आनन्दकरे वराभयकरे सौन्दर्यरत्नाकरे निर्दोता किल घोरपावनकरे प्रत्यक्ष माहेश्वरे प्रालेयाचलवंशपावनकरे കോട്ടയം ജില്ലയിലെ പാലായിലുള്ള കിഴപറയാർ എന്ന ഗ്രാമത്തിൽ ഏകദേശം 400 വർഷത്തോളം ചരിത്രമുള്ള പുരാതന ക്ഷേത്രമാണ് കിഴപറയാർ കുന്നേൽ ശ്രീ ഭഗവതി ക്ഷേത്രം. പാലാ നഗരത്തിൽ നിന്ന് 5 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഭദ്രകാളി പ്രധാന പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിൽ ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും നാഗദൈവങ്ങളെയും ദേവിയെ കൊണ്ടുവന്ന യോഗീശ്വരനെയും ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ ഗന്ധർവസ്വാമിക്ക് പ്രത്യേകമായ പൂജയും നടത്തിവരുന്നു. കുന്നേൽ കുടുംബത്തിലെ കാരണവരും കോഴിക്കോട് സാമൂതിരി രാജയുടെ മുഖ്യമന്ത്രിയുമായിരുന്ന കോടിക്കാട്ട് കൊച്ചുമാധവന്റെ കാലത്താണ് കിഴപറയാറിൽ ഭഗവതിയെ ആരാധിച്ചു തുടങ്ങിയത്. 18 വിദ്യകളും 18 ഭാഷയും അറിയുന്ന യോഗീശ്വരനായ അദ്ദേഹത്തിന്റെ ഉടവാളിൽ വളയനാട് ഭഗവതി കളരി പരദേവതാ സങ്കല്പത്തിൽ കൂടെ പോരുകയായിരുന്നു. കുന്നേൽ കുടുംബത്തിന്റെ അറയിൽ കുടിയിരുത്തിയ ഭഗവതിക്ക് മരുമക്കത്തായ സമ്പ്രദായത്തിലുള്ള വെളിച്ചപ്പാടാണ് പൂജാതി കാര്യങ്ങൾ നടത്തി വന്നിരുന്നത്. കാലങ്ങൾക്ക് ശേഷം പുറത്ത് ഒരാലയം നിർമ്മിച്ച് ഭഗവതിയെ അറയിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചു. അന്ന് പ്രതിഷ്ഠയിലുണ്ടായ പിഴവ് മൂലം ദുരിതങ്ങളും ശക്തിക്ഷയങ്ങളും വർദ്ധിച്ചതോടെ പിൽക്കാലത്ത് ബ്രാഹ്മണ സമ്പ്രദായത്തിലേക്ക് പൂജാതി കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് പ്രശ്നപരിഹാരങ്ങൾക്കായി അന്നത്തെ പൂജാരിയായിരുന്ന കാരണത്തുമന ശ്രീ മധു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവിധി പ്രകാരം ബ്രഹ്മശ്രീ കാരണത്തുമന ശ്രീധരൻ നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രിയായി അവരോധിക്കുകയും കാരണത്തുമന ശ്രീ നാരായണൻ നമ്പൂതിരിയെ മേൽശാന്തിയായി നിയോഗിക്കുകയും ചെയ്തു. കാരണത്തുമന ശ്രീ മധു നമ്പൂതിരിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ക്ഷേത്രത്തിന്റെ എല്ലാ ഉയർച്ചയുടെയും കാരണം. പിൽക്കാലത്തുണ്ടായ എല്ലാ അനർത്ഥങ്ങളും നീക്കി കൃത്യമായ പരിഹാരം കാണുകയും ഉപദേവതാ പ്രതിഷ്ഠകളും ഭഗവതിക്ക് പാട്ടുവരെയും ചുറ്റുമതിലും നിർമ്മിച്ച് നവീകരിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. ഓരോ മാസത്തെ പൂജയും ഓരോ കുടുംബക്കാരാണ് നടത്തിവരുന്നത്. മേടം 10 10-ാമുദയം തിരുവുത്സവമായി ആഘോഷിക്കുന്നു. രാവിലെ ഗണപതി ഹോമം, പുരാണ പാരായണം, കുംഭകുട ഘോഷയാത്ര, മഹാപ്രസാദമൂട്ട്, ദീപാരാധന, കളമെഴുത്തുപാട്ട്, താലപ്പൊലി, മഹാഗുരുതി എന്നിവയും അപ്പം അടനേദ്യവും ശാസ്താവിന് പാനകവും ക്ഷേത്ര ചടങ്ങുകളായി നടന്നു വരുന്നു. കൂടാതെ വിവിധങ്ങളായ ക്ഷേത്രകലകളും നടത്തിവരുന്നു. മിഥുനമാസത്തിലെ രോഹിണി നക്ഷത്രമാണ് പ്രതിഷ്ഠാ വാർഷികമായി ആചരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവക പൂജ, ഗന്ധർവ പൂജ, നവകാഭിഷേകം, ഉച്ചപൂജ, പ്രസാദമൂട്ട് എന്നിവയും നടന്നു വരുന്നു. തുലാമാസത്തിലെ ആയില്യം നാളിൽ നാഗങ്ങൾക്ക് 100 പാലും സർപ്പപൂജയും മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. കുന്നേൽ ഭഗവതി അമ്മയുടെ അനുഗ്രഹത്താൽ ദുരിതങ്ങളെല്ലാം തീർന്ന് ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. काश्मीरात्रिजलेश्वरी त्रिलहरी नित्याङ्कुरा शर्वरे स्वर्गद्वार कवाट पाटनकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी देवी सर्वविचित्ररत्नरचिता दाक्षायणी सुन्दरी वामे स्वादुपयोदरा प्रियकरी सौभाग्यमाहेश्वरी भक्ताभीष्टकरी सदा शुभकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी चन्द्रार्कानलकोटि सदृशि चन्द्रांशुबिम्बाधरी चन्द्रार्काग्निसमान कुण्डलधरी चन्द्रार्कवर्णेश्वरी. നമസ്കാരം. നമ്മള് കുന്നേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളെ പറ്റി
ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിവിടെ വരുന്നവര്, അതായത് നമ്മൾ ഇന്ത്യയൊക്കെ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള നമ്മള് കോളേജ് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്തൊക്കെ വന്നു തുടങ്ങിയ ഒരു ക്ഷേത്രമാണ്. ഒരു പൊതുവെ ഒരു ക്ഷേത്രത്തെ പറ്റി നമ്മൾ താന്ത്രിക രീതിയിൽ സംസാരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മാനസികമായിട്ട് വളരെയേറെ അടുപ്പമുള്ള ഒരു ക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. ഈ കുടുംബമാണ് ഈ ക്ഷേത്രം. ആദ്യകാലം, അതായത് ഈ വിഷയം പഠിക്കുന്നതിന് മുൻപുള്ള കാലം മുതലേ നമ്മൾ വിഷയത്തിൽ നമ്മൾ അല്പം എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളൊരു ധാരണ വന്നതിന് ശേഷം നമ്മളുടേതായിട്ടുള്ള അറിവുകളിൽ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് മുൻപോയിട്ട് അതിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം തുടക്കകാലത്ത് അനവധി കാര്യങ്ങളായിട്ടുള്ള ബാലാരിഷ്ടതകളെയൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്ന് കാണുന്നതായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിയത്. അത് എന്താണ് കാരണം എന്ന് വെച്ചാല്, പൂർവികമായിട്ട് ഈ ക്ഷേത്രവും അല്ലെങ്കിൽ ഈ ക്ഷേത്ര ആരാധനയും ഒരു ക്ഷത്രിയ രീതിയിലുള്ളതായിട്ടുള്ള ഒരു ആചാര സമ്പ്രദായം തന്ത്രത്തിലെ വളരെ രഹസ്യമായിട്ടുള്ളതും വളരെ ഗോപ്യമായിട്ടുള്ളതുമായിട്ടുള്ള രീതിയിലുള്ള ഉപാസനകൾ ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള ചൈതന്യത്തെ ഉപാസിച്ചിരുന്ന ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് അഷ്ടമംഗല പ്രശ്നത്തിന്റെ ഒക്കെ കണ്ടു. അതിലുപരിയായിട്ട് ഇവിടെയുള്ള പ്രതിഷ്ഠകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും ഉപാസകനും ഉപാസ്യ ദേവതയും പോലെയുള്ള ബന്ധമാണ് ഇവിടെയുള്ളത്. പൊതുവായിട്ടുള്ള ക്ഷേത്രങ്ങളില് അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാകും. കാരണം ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ കുടുംബത്തിന്റെ രക്ഷ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ഏത് മേഖലയാണോ ആ മേഖലയിൽ അവർക്ക് രക്ഷ ചെയ്യുന്നതിന് വേണ്ടി ഉപാസിച്ചിരുന്ന ഒരു വ്യക്തി സങ്കല്പമായിരുന്നു. രൗദ്രമായിട്ടുള്ള ഭാവമാണ്. ഗുരുതി പോലെയുള്ള വിശേഷ നിവേദ്യങ്ങളാണ് ഇഷ്ടം. അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ശാസ്താവ്, ഹനുമാൻ, അങ്ങനെയുള്ള ചൈതന്യങ്ങളും തത്വങ്ങളും ഇവിടെ കുടികൊള്ളും. അതിലും ഉപരിയായിട്ട് നമ്മൾ ആദ്യകാലത്ത് നമുക്ക് അജ്ഞാതമായിരുന്ന പല സംഗതികളും പിന്നീട് വന്ന അഷ്ടമംഗല പ്രശ്നത്തിലൂടെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു എന്നുള്ളതൊരു നമ്മളുടെയൊക്കെ ദൈവാധീനം തന്നെ വേണം പറയാം. കാരണം ഒരു ഗന്ധർവന്റെ സാന്നിധ്യം ആയിരുന്നു എന്ന് പറയാം. ആ ഗന്ധർവന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അത് വീണ്ടും തുടങ്ങി, അതും ഇന്നും നല്ല സങ്കല്പമായിട്ട് പോകുന്നു. കാരണം അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പൂർവികമായിട്ട് ഒരു രാജകീയമായിട്ടുള്ള ബന്ധം ഉണ്ടായത് ഒരു ക്ഷേത്രം തന്നെയായിരുന്നു ഇത് എന്നതാണ് നമുക്ക് അനുമാനിക്കാം. ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള, അതായത് ഈ കുടുംബക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളിവിടെ ചെയ്തു. അവരൊക്കെ നമ്മളെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് സജ്ജരായിരിക്കുകയാണ്. നമ്മൾ അവരെ ഉപാസിക്കുക. നമ്മൾ അവരെ ഉപാസിക്കുന്നതിലൂടെ നമുക്കും നമ്മളുടെ വരുന്ന തലമുറകൾക്കും സന്താനങ്ങൾക്കും എല്ലാം അത് ഗുണമായിട്ടേ വരുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളില് നമുക്കതല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കുറെ അധ്വാനം ചെയ്തു വന്നു. കാരണം വിഷയത്തെ പറ്റിയുള്ള അറിവില്ലായ്മ, ഇത് നമുക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് മറ്റു പല കാരണങ്ങൾക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള കൂടുതൽ ശക്തി അല്ലെങ്കിൽ നമ്മുടെ കൂടുതലുള്ള തപസ് വേണ്ടി വന്നു. പക്ഷെ വരും തലമുറയ്ക്ക് അത്ര വേണ്ടി വരില്ല. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ചിന്തിച്ച് അത് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ മാത്രം ഭാഗ്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന അതിനെ അതിൻ്റെതായിട്ടുള്ള പരിപാവനമായിട്ടുള്ള രീതിയിലേക്ക് നിർത്താൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഉള്ള നമുക്കുള്ള ഒരു അഭാവകാരിയായിട്ട് കരുതാൻ. എന്തായാലും വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്കിത് പൂർണ്ണമായിട്ടുള്ള ശക്തി ചൈതന്യം എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ആ രീതിയിലേക്ക് ആക്കി ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു കൊണ്ടുപോകാൻ നമുക്ക് എന്ന് മാത്രമേ നമസ്കാരം.
1983 മുതൽ പത്രത്തിൽ വന്ന പൊതുവെടുക്കാനുള്ള അവസരം ഉണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാരണവര് നാരായണ നായർ ഡാം എന്നാണ് ക്ഷണിച്ചത്. ക്ഷണിച്ചിട്ടും പോന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പൂജയ്ക്ക് തയ്യാറാക്കുകയാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നുള്ള ഈ പൂജയ്ക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനും പറയാനും സാധിച്ചു. ഇതിന്റെ ഒരു ജന്മസാഹചര്യമായിട്ട് കാണുന്നു. शत्रत्राणकरी महाभयहरि माता कृपा सागरी सर्वानन्दकरी सदा शिवकरी. ഏതാണ്ട് 40 വർഷത്തോളമായി ഞാൻ ഈ അമ്പലത്തില് പൂജാദി കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലം തൊട്ടാണ് ഞാനിവിടെ വന്നത്. ഇന്ന കാലത്ത് ഈ അമ്പലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. പൂജയ്ക്ക് തന്നെ ആളില്ല, പൂജ തൊഴാനും ആൾക്കാർ വരാറില്ല. എന്നാലും പൂജ മുട്ടാതെ അങ്ങനെ കഴിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഈ നിലയിൽ ഈ അമ്പലത്തിലെ അവസ്ഥ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈ അമ്പലത്തിലെ സംബന്ധിച്ചാണെങ്കിൽ മലയാള മാസം എല്ലാ 30-ാം തീയതിയാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. എല്ലാ മലയാളം 30-ാം തീയതി ഓരോ ആൾക്കാർ ഓരോ ആൾക്കാരുടെ വഴിയായിട്ടുള്ള പൂജകളാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ദൂരെ നിന്ന് തന്നെ ആൾക്കാർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ ഓരോ ജ്യോതിഷികൾ വന്ന് പറഞ്ഞ് മൂലകുടുംബത്തിൽ ചെന്ന് തൊഴുത് വഴിപാട് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ അമ്പലത്തിന് വളരെ വളരെ ഒരു പുരോഗതിയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അത് കാണുമ്പോൾ വളരെ സന്തോഷവും തോന്നി. പിന്നെ 10-ാമതെയാണ് ഇവിടെ വിശേഷാൽ അട്ടവിശേഷമായിട്ട് വരുന്നത്. അന്ന് കുംഭകുടം, കളവെഴുത്ത് പാട്ട്, ദീപാരാധന, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കിഴപറയാർ എന്ന ചെറിയ ഗ്രാമത്തിലെ വളരെ ഒരു ക്ഷേത്രമാണ്. വളരെ പണ്ട് കാലത്ത് ഇതൊരു കളരിപര സങ്കല്പത്തിലുള്ള തിരുകാളയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അന്ന് അതായത് വളരെ പണ്ട് ഈ വെളിച്ചപ്പാടായിരുന്നു ഇവിടുത്തെ പൂജാതി കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലങ്ങളിൽ 2 വെളിച്ചപ്പാട് ഇവിടെ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയുള്ള ആ സിസ്റ്റമൊക്കെ മാറി ഇപ്പം നമ്പൂതിരി സമ്പ്രദായത്തിലുള്ള പൂജകളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു കുന്നൽ കുടുംബമകൾ ക്ഷേത്രമാണെങ്കിലും ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാരും വന്ന് തൊഴുത് ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു ഐശ്വര്യ ദേവതയാണ്. പിന്നെ ഈ മൂർത്തിയെ പറ്റി വളരെ പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ വളരെ ഇതായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ഫലം കിട്ടും എന്നുള്ളതിന് വളരെ അച്ചട്ടായ ഒരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് ഈ അമ്പലത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അമ്പലത്തിലെ അമ്മയാണ് എല്ലാം. ദേവീ ശരണം. विश्वेश्वरी श्रीधरी रक्षाकन्दकरी निरामयकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी. ഇപ്പോഴത്തെ കുടുംബത്തെ കാരണവരായ എൻ്റെ പേര് സുദർശൻ നായർ. കുന്നേൽ കുടുംബപരദേവത ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു മൂലകാരണവരായിരുന്ന കോടികാട്ട് കൊച്ചുമാധവൻ നായർ എന്ന ആളാണ് ദേവിയമ്മ ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം കോഴിക്കോട്ട് സാമൂതിരിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. 18 വിദ്യകളും 18 ഭാഷകളും അറിവുണ്ടായിരുന്ന ആളാണ്. ഭൂഭരണിയിൽ കോടികാട്ട് എന്ന വീട്ടിൽ നിന്നാണ്. അവിടുന്ന് ഇവിടെ വന്ന ഈ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചു. അറയിലായിരുന്നു ആദ്യം, 4 കെട്ടു അറയിലായിരുന്നു ആദ്യം. അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് അറയിൽ നിന്നും മാറ്റി സൗകര്യപ്രദമായ
കാലത്തോട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പുതുക്കിപ്പണിതാണ് ഇത്. ഏതാണ്ട് ഞാനിപ്പോഴും അന്നത്തെ 7ാമത്തെ തലമുറയായിട്ട് വരും. അന്ന് ഈ ഇവിടെ ഒരു വരുവാൻ കാരണവരുടെ 7ാമത്തെ തലമുറയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രത്യക്ഷമായി വന്നതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുടുംബപരമായിട്ടായിരുന്നു, കുടുംബത്തുള്ളവരായിരുന്നു നടത്തി പോന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി 6-7 പേര് ഉള്ള കമ്മിറ്റിക്കാരാണ് ഇപ്പോഴത്തെ ഭരണം നടത്തുന്നത്. रक्षाकन्दकरी निरामयकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी अन्नपूर्णेश्वरी